സോ ഭയങ്കര ബിസിയാണ് ഇവിടെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് വരുന്നു. ഇനി എവിടെയാണ് എലിവേറ്റർ എന്നൊക്കെ നോക്കുവാണ്. ലഗേജുമായിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുണ്ട്. നമ്മൾ എക്സിറ്റ് സൈൻ നോക്കി പുറത്തേക്ക് ഇറങ്ങുവാണ്. എക്സിറ്റ് സൈൻ കാണിക്കുന്നത് താഴത്തേക്ക് ഇറങ്ങാനാണ്. പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ്. ഇതിൽ നടക്കുവാണ്. ഹോട്ടലിൻ്റെ ഡയറക്ഷനൊന്നും നോക്കുന്നില്ല. അധികം വൈകാതെ അവിടെ ചെല്ലും. ചൂടുണ്ട് എങ്കിലും നമ്മൾ നടക്കുന്ന സൈഡിൽ തണലാണ്. ചെറിയ കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒരു 15 മിനിറ്റ്സ് ആണ് നമുക്ക് നടക്കാനുള്ളത്. ഈ ലഗേജുമായിട്ട് ലോക്കൽ ബസ്സിൽ കയറുന്നതിന് സൗകര്യം നടക്കുന്നതാണ്. അതാണ് നടക്കാമെന്ന് വെച്ചത്. റോഡ് നോക്കിയതിനെല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ അങ്ങോട്ട് എത്തുന്നതാണ്. നല്ല ബിസിയാണ് ഇവിടെ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഹസ്ബൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ റൂം വന്നു. ഇവിടെ 2 റൂമാണ്. ഇതാണ് പിള്ളേരുടെ റൂമാണ്. ടി വി ഒക്കെ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ടി വി ഒന്നും നമ്മൾ കാണാറില്ല. പിന്നെ ഇവിടെ ഒരു ക്യാബിനറ്റ് ഉണ്ട് അവർക്ക്. അവർക്കും ആവശ്യത്തിന് സൗകര്യമെല്ലാം ഉണ്ട്. നല്ല ടോയ്ലറ്റ്. ഞങ്ങളുടെ റൂം ഈ സെയിം ഫ്ലോറിൽ തന്നെയാണ്, പക്ഷെ അങ്ങേ അറ്റത്താണ്. നേരെ ഇങ്ങോട്ടാണ് നമ്മുടെ റൂമിലേക്ക്. ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പം നമ്മൾ ഈ booking.com വഴി ചെയ്യുമ്പം അവർ ഒരു കിങ് സൈസ് ബെഡിന് പകരം എപ്പോഴും ഇങ്ങനെ 2 ബെഡ് വരുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, അത് വേണമെങ്കിൽ അടുപ്പിച്ചിടാം. പക്ഷെ പിള്ളേരുടെ മുറിയാണ് വലിപ്പം കൂടുതൽ. ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. ഇതാണ് നമ്മുടെ ഇബിസ് ഹോട്ടൽ. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫ്രഷൻ അപ്പ് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇന്ന് ഫാദേഴ്സ് ഡേയുമാണ്, സൺഡേ ആണ്. അപ്പം ഞങ്ങൾക്ക് കുർബാന ഞങ്ങൾ സൗകര്യം നോക്കി വൈകിട്ട് 7 മണിക്ക് ഒരെണ്ണം പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമുക്ക് വൈകിട്ട് ഇവിടെ 4:30 സമയം. ക്ലോക്കുണ്ട് ആക്ച്വലി. അപ്പം ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. ചുമ്മാ അവിടെ വരെയൊന്ന് നടക്കാം. എന്തെങ്കിലും ചെറിയ സ്നാക്ക് വല്ലതും കിട്ടിയാൽ മേടിക്കാം. അത് കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാനാണ് പ്ലാൻ.
നമ്മൾ ഇഷ്ടം പോലെ പ്രാവുകൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇതിങ്ങൾക്ക് ഒട്ടും പേടിയുമില്ല. നമ്മൾ ചുമ്മാ ഇതിലിങ്ങനെ നടക്കുവാണ്. വരുന്നത് എങ്കിൽ നമുക്ക് എന്താണെങ്കിലും ജാക്കറ്റോ ഒന്നും ആവശ്യമില്ല. നല്ല ചൂടുള്ള സമയമാണ്. പിന്നെ നമ്മളിവിടെ കേട്ടായിരുന്നു ഇവിടെ ഒത്തിരി സ്കാമിങ് ഒക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കെയർഫുള്ളായിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നമുക്കൊരു പ്രശ്നവുമില്ല. നമ്മൾ ആ സെയിം പാർക്കിൻ്റെ വേറെ ഒരു സൈഡിൽ കൂടെയാണ് ഇപ്പോൾ കയറി വന്നത്. ഈവനിങ്ങിൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പം നാളെ ഞങ്ങൾക്ക് വേറെ ഗൈഡഡ് ടൂറുകളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്ലാൻ എന്തായാലും നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ചുറ്റുമുള്ള ഏരിയ എല്ലാം ഒന്ന് കാണുക. അതായിരുന്നു പ്ലാൻ. ഏതായാലും നമ്മൾ എല്ലാവർക്കും കുറച്ച് വനില കോൺ ഐസ്ക്രീമാണ് മേടിച്ചത്. നമ്മുടെ ഹോട്ടലിൻ്റെ മറ്റേ സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഒന്നോടെ കുർബാനയുടെ സമയം നോക്കിയത്. അപ്പം കുർബാന 6 മണിക്കായിരുന്നു. അപ്പം പിന്നെ നമുക്കൊരു 10 മിനിറ്റ് വാക്കുണ്ട് ഹോട്ടലിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ഇറങ്ങി തിരിച്ച് കുർബാനയ്ക്ക് വേണ്ടി പോയി പള്ളി കാണാം. നമ്മൾ പോകുന്നത് സെയിന്റ് ജോവാക്യം എന്ന ഒരു പള്ളിയിലേക്കാണ്. സിറ്റിയാണ്.
സോ ഞങ്ങൾ ആദ്യത്തെ ഇറ്റാലിയൻ മാസ് കൂടി അത് കഴിഞ്ഞ് തിരിച്ചു പോകും. നമ്മുടെ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഏതായാലും ഇന്ന് ഡിന്നർ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇറ്റലി ഏതായാലും സ്വിറ്റ്സർലൻഡിനെ പോലെയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്യാം. അഫോർഡബിൾ ആണ് ഇവിടെ. സോ നമ്മൾ ഇന്ത്യൻ ഫുഡാണ് ഡിന്നറിന് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ആദ്യം കുറച്ച് പപ്പടം കൊണ്ടുവന്നു. സോ ഫുഡ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡ് മുഴുവൻ കഴിച്ചു. എനിക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെ കംപ്ലീറ്റ് തീർക്കുകയും ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ബിരിയാണി ഉണ്ടായിരുന്നു, ഒരു ചില്ലി ചിക്കൻ, ഒരു ബട്ടർ ചിക്കൻ, ഒരു കോട്ട് കറി, അതായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ തിരിച്ചു പോകുവാണ് ഈ ഹോട്ടലിലേക്ക്. നാളെ രാവിലെ നമുക്ക് വെനീസിൻ്റെ ഒരു സിറ്റി ടൂറുണ്ട്, ഒരു ടൂർ ഗൈഡിൻ്റെ കൂടെയാണ്. അപ്പം നാളെ നമുക്ക് രാവിലെ 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ളതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്ന്. ഈ റോഡിൻ്റെ 2 സൈഡിലും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുവാണ്. നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഒരു 5 മിനിറ്റ് അകലെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഇബിസ് ഹോട്ടലിൽ നിന്നും.